സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ കോഴ്സുകൾ പഠിച്ചതിലൂടെ അനേകം പേർക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ച പെരിന്തൽമണ്ണ NTC കോളേജ് ഇനി പുതിയ ക്യാമ്പസിൽ. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ NTC കോളേജിന്റെ പുതിയ കെട്ടിടം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് NTC കോളേജിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും കൂടുതൽ പേർക്ക് അവസരങ്ങൾ ലഭിക്കട്ടെയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ പ്രോഗ്രാം നടന്നു. ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 39ാമത് വർഷത്തിൽ എത്തി നിൽക്കുന്ന പെരിന്തൽമണ്ണ NTC കോളേജിന് പുതിയ കെട്ടിടവും ക്യാമ്പസും യാഥാർത്ഥ്യമായി. മെയ് 30 ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ MTC കോളേജിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ MTC കോളേജിന്റെ അടയാളപ്പെടുത്തലുകൾ മാതൃകാപരമാണെന്നും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കട്ടെയെന്നും മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന സ്ഥാപനമാണിത്. നിങ്ങൾ ഇനിയും കേരള തലത്തിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെയൊക്കെ വിദൂര വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ഈ സ്ഥാപനത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് പഠിക്കാനുള്ള, ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇതുവരെ ഇവിടെ സൂചിപ്പിച്ചു ധാരാളം കുട്ടികൾ പഠിച്ചു. ഈ വലിയ സദസ്സ് തന്നെ ഈ സ്ഥാപനവുമായി അങ്ങനെ ഒരു ബന്ധമാണ് പ്രകടമാക്കുന്നത്. അപ്പൊ അതെല്ലാം ഉപയോഗപ്പെടുത്തി ഇനിയും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഏറ്റവും നല്ല നിക്ഷേപം വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ള നിക്ഷേപമാണ്. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കണം. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ ബിൽഡിങ്ങിന്റെയും ഈ പ്രോഗ്രാമിന്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ NTC മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നടത്തി. അപ്പൊ നോളജ് അത്ര ലിബറേറ്റ് ചെയ്യപ്പെട്ട ഒരു കാലമാണ്. അപ്പൊ ഈ കാലത്തെ നിങ്ങൾ സൂക്ഷ്മമായി അപഗ്രഥിച്ച് നിങ്ങളുടെ സ്കില്ലിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക, അതിന് സാധിക്കട്ടെ എന്ന ആശംസയോടെ NTC ഇവിടെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതുവഴി തൊഴിൽ കിട്ടിയെന്ന് പ്രിയപ്പെട്ട മജീദ് ഇവിടെ എപ്പോഴും പറയുന്നതാണ്. അത് തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റമായി തുടരാൻ സാധിക്കട്ടെ, ആശംസ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് HOD മുഹമ്മദ് മുസമിൽ, ഓഫീസ് സൂപ്രണ്ട് ലേഖ K. നായർ, V. ഹസൈനാർ, മലബാർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സെലീന NM, മർഹബ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ മർഹബ അസീസ്, പെരിന്തൽമണ്ണ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, NSS കോർഡിനേറ്റർ ഫിറോസ് ഖാൻ, സ്കിൽ ട്രെയിനിംഗ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ അജ്മൽ റാഫി പച്ചേരി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക് നിലവാരത്തിലും മറ്റ് ശ്രദ്ധേയമായ രംഗങ്ങളിലുമെല്ലാം മുന്നേറുന്ന സ്ഥാപനമാണ് NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ കോഴ്സുകൾ പഠിപ്പിച്ചതിലൂടെ 100% തൊഴിലവസരങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാൻ സാധിച്ചു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി NTCയുടെ 9 സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 39ാമത് കോൺവെക്കേഷൻ പ്രോഗ്രാമും പുതിയ ക്യാമ്പസ് ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. പെരിന്തൽമണ്ണ, മലപ്പുറം, ചെർപ്പളശ്ശേരി, പട്ടാമ്പി, കോട്ടക്കൽ, മഞ്ചേരി, വണ്ടൂർ, നിലമ്പൂർ എന്നീ ബ്രാഞ്ചുകളിൽ നിന്നും വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയ 400ഓളം വിദ്യാർത്ഥികൾക്ക് കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിലൂടെ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം NTC ടെക്നിക്കൽ കോളേജ് പ്രാവർത്തികമാക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് AC എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, DCA, ഗ്രാഫിക് ഡിസൈനിംഗ്, ഡാറ്റ എൻട്രി തുടങ്ങിയ കോഴ്സുകളാണ് NTCയിൽ പഠിപ്പിക്കുന്നത്. ഞാൻ ഇങ്ങനൊരു പ്രതീക്ഷയോട് തന്നെയാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. 88 തുടങ്ങുന്ന സമയത്ത് ഒരു വാടക റൂമിൽ, ഒറ്റ റൂമിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഇന്ന് വളർന്ന് പന്തലിച്ച് 2000ഓളം വിദ്യാർത്ഥികൾ, 8 ബ്രാഞ്ചസ്, 250ഓളം അധ്യാപകർ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ മുന്നോട്ട് പോകുന്നത്.
മാത്രമല്ല അന്ന് എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്. ഇന്ന് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ നിറവേറ്റി കഴിഞ്ഞു. അതായത് NTCയിൽ നിന്ന് എത്ര കുട്ടികളാണോ പഠിച്ചിറങ്ങുന്നത് ആ കുട്ടികൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജോലി കൊടുക്കാൻ കഴിയുന്ന അഡ്മിഷൻ മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ കുറേ അഡ്മിഷൻ എടുത്തുകൊണ്ട് ജോലി കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കാറില്ല. അപ്പോൾ എത്ര ആൾക്കാണോ ജോലി കൊടുക്കാൻ പറ്റുക അത്രയും കുട്ടികളുടെ അഡ്മിഷനാണ് നമ്മൾ ഇതുവരെ നൽകിയിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത്, പഠിച്ചവർക്കൊക്കെ ജോലി കൊടുക്കുക. അപ്പോൾ ആ ലക്ഷ്യം തന്നെ മുന്നോട്ട് പോയി. പുതിയ കെട്ടിടത്തിൽ പുതിയ കോഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ഗവൺമെൻറ് കോഴ്സുകളായതുകൊണ്ട് ആ കോഴ്സ് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾക്ക് ലക്ഷ്യമുള്ളൂ. അതിൻ്റെ കൂടെ പാവപ്പെട്ട കുറച്ച് കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടൊരു പഠനം ആ രീതിയിൽ ഞങ്ങൾ പ്രാവശ്യം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് പുതിയ കെട്ടിടത്തെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാവപ്പെട്ട കുറച്ച് കുട്ടികളെ ഓരോ ഭാഗങ്ങളിൽ നല്ല സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ പഠിപ്പിച്ച് തൊഴിൽ കൊടുക്കും. അത് ഈ വർഷത്തെ ഇതിനു വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഏകദേശം ഒരു 50 കുട്ടികളെ ഞങ്ങൾ ഈ വർഷം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്കും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമുള്ള 2 വർഷത്തെ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിനൂതന സംവിധാനങ്ങളോട് കൂടിയ പ്രാക്ടിക്കൽ തിയറി ക്ലാസുകളിലൂടെയാണ് പരിശീലനം. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പ്രമുഖ കമ്പനികളിൽ സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്തു വരുന്നു.